ഞാൻ നോക്കിനാ പറ്റേ. हाँ सर। നോക്കിനാ हाँ। എന്താ ഹേഗൻ ബോയ്സിന്റെ ഇക്വേഷൻ? ये എന്താ ഹേഗൻ ബോയ്സിന്റെ ഇക്വേഷൻ? എന്താ പറ്റേ ഹേഗൻ ബോയ്സിന്റെ ഇക്വേഷൻ? ഞാൻ ആൻസർ ഇല്ലേ പറ്റേ? ഹലോ, പോയാ ക്ലാസ്സിന് പോയാ? सर മറന്നുപോയി. പത്തേ, നീ നോക്കിയ പോയിന്റ്സ് എന്തൊക്കെയാ ഫോർത്ത് മൊഡ്യൂൾ? എനിക്ക് ഓർമ്മയില്ലേ. ഓർമ്മയുള്ള മറ്റേ നോക്കി ബക്കിംഗ് സ്പൈസിലല്ലോ. ബക്കിംഗ് സ്പൈ തിയറ? ആ ബക്കിംഗ് സ്പൈ തിയറ നീ നോക്കിയ? വേറെ ഒന്നും നോക്കിയില്ല. പിന്നെ ഏഹ്? ലാമിനാർ ബൗണ്ടറി ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ് ആലോ. ലാമിനാറ് കേട്ടില്ല, പറ ഒന്നുകൂടെ പറ. ലാമിനാർ ബൗണ്ടറിയിലെ ഡിസ്പ്ലേസ്മെന്റ് തിക്നെസ്. സത്യം സത്യം, ആ സാർ. ഞാൻ നിന്നോട് ഏത് മൊഡ്യൂളിന്റെ കാര്യമാണ് ചോദിക്കുന്നത്? അഞ്ചാമത്തെ മൊഡ്യൂൾ. അഞ്ചാമത്തെ മൊഡ്യൂളാണോ ഞാൻ നിന്നോട് ചോദിച്ചത്? അഞ്ചാമത്തെ മൊഡ്യൂളാണോ ലാസ്റ്റ് നമ്മൾ എടുത്തത്? നാലാമത്തെ മൊഡ്യൂൾ. എന്നിട്ട് നീ എന്തെന്നാ ഉത്തരം പറയുന്നു? അതിലേക്ക് അഞ്ചാമത്തെ മൊഡ്യൂൾ. ആ നാലാമത്തെ നാലാമത്തെ മൊഡ്യൂൾ. മൊഡ്യൂളിന്റെ ടോപ്പിക് എടുത്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാന്നെല്ലാം പറയുമ്പോ അഞ്ചാമത്തെ മൊഡ്യൂളിലെ ടോപ്പിക് നീ എവിടെ നോക്കിയിട്ട് ഈ പറയുന്നു? നോട്ട് നോക്കിയിട്ട്. നോട്ട് നോക്കി? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് എന്താന്ന് വരെ ഓർമ്മയില്ല. അതെ സാർ. നാലാമത്തെ മൊഡ്യൂൾ എന്നല്ലേ ഞാൻ നിന്നോട് ഏഗൻ ബോയ്സിലെ ഇക്വേഷൻ ചോദിച്ചത്? ആ ഉം. അപ്പൊ മക്കളെ, ഇതിങ്ങനെ രാവിലെ വന്നിട്ട് ഇരിക്കുക, ഇങ്ങനെ ഒരു പരിപാടി ആക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ. നീ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് റിവിഷൻ തീർത്തിട്ട് എനക്കും വലിയ കാര്യമൊന്നുമില്ല. എനക്ക് എന്ത് കാര്യം? നിവേദ, നിവേദ്, നിവേദ്, हाँ सर। എന്താ നിവേദ്?
എന്താ നിങ്ങളുടെ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? അത് 4 മൊഡ്യൂളായി. എല്ലാ മൊഡ്യൂളും പറഞ്ഞുകൊണ്ടുവന്ന സാധനമാണ്. എന്നിട്ടും അത് പരിധി കണ്ടുപിടിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞാല് ഏത് പോയാ? എന്താ വിഷ്ണു 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 എ പി സർ റോജി എന്താ ഹൈഡ്രോസ്റ്റാറ്റിക് ലോ? പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാ വിഷ്ണു? മാനോമീറ്റർ. ഏതൊക്കെ ടൈപ്പ് മാനോമീറ്റർ നമ്മൾ പഠിച്ചത്? U2 മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ. എന്താ പീസോമീറ്റർ? പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. പ്രഷർ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. എഞ്ചിനീയറിംഗ് മീറ്ററിന്റെ ഡിസ്ചാർജിന്റെ ഇക്വേഷൻ എന്താ? A1 A2 by root A1 square minus A2 square into root 2GH. എന്താ ഒന്നുകൂടെ പറഞ്ഞ? A1 A2 by root A1 square minus A2 square root 2GH. ഇത് root 2GH. എന്തിനാ ഡാർസി വെയ്സ്ബാക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം? Head loss due to friction. Head loss due to friction. ഓക്കെ. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യത്തിന് സമയം കിട്ടുന്നുണ്ട്. കണ്ടന്റും കയ്യിലുണ്ട്. അപ്പൊ പാസ്സാകാൻ താല്പര്യമുള്ള ഓർഡർ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ആ ഒരു മൂട്ടിലെ പറയാൻ കഴിയും. ഒരു ക്വസ്റ്റ്യൻ എഴുതിയത്, അത് 4ാമത്തെ മൊഡ്യൂള് അതിലൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് അത് ബ്രഷപ്പ് ചെയ്ത് കൊടുക്കണേ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന പ്രോബ്ലമാണ്, ബേസ് ആയിട്ടുള്ള പ്രോബ്ലം. A crude oil of viscosity, a crude oil of viscosity 0.9 poise and relative density 0.8 is flowing through a horizontal circular pipe through a horizontal circular pipe
of diameter of diameter 150 mm and length 10 meter. Calculate the difference of pressure, the difference of pressure at the two ends of pipe, at the two ends of pipe if 150 kilogram of oil, 150 kilogram of the oil is collected in a tank in 45 seconds. Okay, write down the question. Try ചെയ്ത് നോക്കാം. നമ്മൾ പഠിച്ച ബേസിക് ഇക്വേഷൻ ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. അതിന്റെ പാരാമീറ്റേഴ്സ് എടുത്ത് എഴുതുക ഫസ്റ്റ്. യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ബേസ്ഡ് ഓൺ, എന്നിട്ട് ഏതാണോ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് എന്ന് തീരുമാനിക്കുക. ലാമിനാർ ആണോ ടർബുലന്റ് ആണോ നോക്കുക, അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ നോക്കുക, അതിന് റിക്വയർഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് എടുക്കുക. ഡയറക്ട്ലി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഈ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ വൃത്തിയായി നോട്ടിൽ ഉണ്ടാവണേ, എക്സാമിന് പഠിക്കണം എന്നുള്ളവർക്ക്. ഓക്കെ, കാരണം പലപ്പോഴും യൂണിവേഴ്സിറ്റിക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് ചേഞ്ച് ചെയ്തിട്ടോ അല്ല അതേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ക്ലാസ് ചെയ്യുന്നത്. എക്സാമിന്റെ സമയത്തൊന്ന് റെഫർ ചെയ്യാനെങ്കിലും, ആ സമയം വീഡിയോ എടുത്ത് വെച്ച് കാണണ്ട, പ്രോബ്ലം നോട്ടിലുണ്ടെങ്കിൽ ആ പ്രോബ്ലം പഠിച്ചാൽ മതി. മെജോറിറ്റിയും പ്രോബ്ലം വരുന്ന പേപ്പറാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്, അത് ഓർത്ത് വെക്കുക. നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങൾക്ക് പഠിക്കണോ വേണ്ടിയോ എന്നുള്ളത്. ആക്കി വെച്ചിട്ട് പോവാം, പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാതിരിക്കാം, എന്ത് വേണം ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിനുള്ള ബെനിഫിറ്റ്സ് ഓർ റിസൾട്ട്സ്, നല്ലത് ചെയ്യാൻ നല്ലത്, മോശം ചെയ്താൽ മോശം. നിങ്ങൾക്ക് തന്നെ കിട്ടുക, നിങ്ങൾക്ക് മാത്രമേ കിട്ടൂ. ഓക്കെ, ഓർത്ത് വെക്കുക എപ്പോഴും.
ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ല. Yes, ആശ sir. ക്വസ്റ്റ്യൻ എഴുതിയില്ല. സർ എന്തൊക്കെയാ ആശ തന്നില്ല ഡാറ്റ? ക്വസ്റ്റ്യനിൽ തന്നില്ല ഡാറ്റാസ് എന്തൊക്കെയാ? ആകാശ് സർ എന്തൊക്കെയാ ക്വസ്റ്റ്യനിൽ തന്നില്ല ഡാറ്റ? സാറിനെ ഞാനിപ്പം സാറിൽ ഇപ്പൊ ഒന്ന് കേരി കൊണ്ട് ഞാൻ അയച്ചുതരാൻ പറഞ്ഞു കുട്ടികളോട് പിള്ളേരോട്. അപ്പൊ നീ എഴുതിയിട്ടില്ല ചോദിച്ചാൽ നീ എന്തിനാ എഴുതിയെന്ന് പറഞ്ഞു? സാർ എഴുതിയെന്നല്ല സാർ, സാറിന് അയച്ചു. ക്വസ്റ്റ്യൻ ഞാൻ നിന്നോടെന്നാ ചോദിച്ചത്, നീ എഴുതിയോന്നല്ലേ? ആ സർ. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ ചോദിച്ചത്? ആ സാർ അത് അപ്പൊ നീ ഞാൻ എസ് പിള്ളേരോട്. പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഓ അപ്പൊ നീ എസ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എഴുതിയില്ല ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിച്ചു തരും, നീ എഴുതിക്കോന്ന് പറയും. ആ സാറല്ല, ഞാൻ വെച്ച സാർ ടൈം നോക്കണ്ടെന്ന് വെച്ചിട്ട് പിള്ളേരോട് അയച്ചുതരാൻ. പിള്ളേർ അയക്കണ സമയം വേണം, എനിക്ക് ജസ്റ്റ് നോക്കി എഴുതിയെടുക്കാൻ. അപ്പൊ നീ ഇപ്പൊ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിന്? സാർ അത് കറണ്ട് ഇല്ലേനു, അതാ. കറണ്ട് ഇല്ലാത്തോണ്ട് സാർ അത് വൈഫൈ യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാ പിള്ളേർ അയച്ചു തന്നാ? ഓ ഇല്ല ഇല്ല. ഇനിയപ്പാന്ന് നാളെയാ? അല്ല, പറഞ്ഞിട്ടുണ്ട്. നിഷാഖ് എന്തൊക്കെയാ ക്വസ്റ്റ്യനിൽ തന്ന പാരാമീറ്റേഴ്സ്? വിസ്കോസിറ്റി എത്രയാ? 0.9 പോയിസ് 0.9 0.9. പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി 0.8. റിലേറ്റീവ് ഡെൻസിറ്റി 0.8. പിന്നെ ഡയമീറ്റർ 150 mm. ഡയമീറ്റർ 150 mm. ലെങ്ത് 10 mm. മീറ്റർ 10 മീറ്റർ. തന്ന വിസ്കോസിറ്റി ഏതാ? കൈനമാറ്റിക് ആണോ ഡൈനാമിക് ആണോ? തന്ന വിസ്കോസിറ്റി കൈനമാറ്റിക് ആണോ ഡൈനാമിക് ആണോ? ഡൈനാമിക്. ഡൈനാമിക്കിന്റെ സിമ്പിൾ എന്താ? ഡൈനാമിക്കിന്റെ സിമ്പിൾ എന്താ? മ്യൂ is equal to 0.9. 0.9 poise relative density 0.8. Then diameter D equal to 150 mm. Then length L is equal to 10 meter. Then mass
equal to 150 kilogram. Then time is equal to 45 seconds. ഇത്രയാണ് തന്നിട്ടുള്ള ഡാറ്റ അല്ലേ? അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യാം? എങ്ങനെയാ ചെയ്യാ പ്രോബ്ലം? ഫസ്റ്റ് മ്യൂവിനെ ഒന്ന് സ്റ്റാൻഡേർഡ് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് മ്യൂവിനെ ഒന്ന് സ്റ്റാൻഡേർഡ് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എത്ര വരിക? എങ്ങനെ കൺവേർട്ട് ചെയ്യാം ഫോഴ്സിനെ? എന്താ ഡൈനാമിക് വിസ്കോസിറ്റിന്റെ SI യൂണിറ്റ്? എന്താ കാർത്തിക SI യൂണിറ്റ്? ഡൈനാമിക് വിസ്കോസിറ്റിന്റെ SI യൂണിറ്റ് എന്താ? കാർത്തിക് എന്താ ഡൈനാമിക് വിസ്കോസിറ്റിന്റെ SI യൂണിറ്റ്? എന്താണ് ടൈപ്പ് ചെയ്ത് കിട്ടിയാ? അപ്പൊ അവിടെ നെറ്റില് ടൈപ്പ് ചെയ്ത് കിട്ടിയാ അല്ലേ? മക്കളെ നിങ്ങളെയല്ലോ ഈ ഉടായ്പ് കാണിച്ചാ പോരാ. ഉടായ്പ് കാണിക്കുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്യാൻ പഠിക്കണം. കാരണമാട് കീബോർഡിൽ അങ്ങ് ടൈപ്പ് ചെയ്യുമ്പോ അതൊക്കെ ഇപ്പുറത്ത് ഉള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് തോന്നല് വേണം. കക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, നിൽക്കാൻ കൂടി പഠിക്കണം. നെറ്റിൽ ടൈപ്പ് ചെയ്ത യൂണിറ്റും ഇതൊക്കെ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നെ ടൈപ്പ് ചെയ്തിട്ട് നെറ്റിലുണ്ടെന്ന് കാണിച്ചു തരേണ്ട ആവശ്യമില്ല എനിക്ക് കേട്ടാ. ഇത് പരീക്ഷണ സമയമാകുമ്പോ യൂണിവേഴ്സിറ്റിക്ക് എക്സാമിന് എഴുതുമ്പോൾ ലാപ്ടോപ്പും കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് തപ്പുവല്ല ചെയ്യാം കേട്ടോ കാർത്തിക. നീ എന്താ വിചാരിച്ചു ഇത് എന്നാ അറ്റ്ലീസ്റ്റ് അതിന്റെ അവിടെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഒരു പരിധി വിട്ടിട്ട്. കുറച്ചൊക്കെ ഇത് മനസ്സിലാക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് എന്നോ ചെയ്തു വരുന്ന ഫസ്റ്റ് മോഡ്യൂൾ മുതലുള്ള ബേസിക് ആയിട്ട് യൂണിറ്റാ ചോദിക്കുന്നത്. പാസ്കൽ സെക്കൻഡ് മാത്രമേ അതിൽ കാണിച്ചു തരൂ ഗൂഗിളില്, വേറൊന്നും കാണിച്ചു തന്നില്ലേ? പാസ്കൽ സെക്കൻഡ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ ടേംസിലാക്കിയിട്ട് പാസ്കൽ സെക്കൻഡ് കൺവേർഷൻ എന്ന് പറഞ്ഞേ അതിലുണ്ടാവും. നെറ്റിൽ തന്നെ തപ്പിട്ട് അങ്ങ് പറ, തപ്പി നോക്ക്. കുറച്ചൊക്കെ എളുപ്പമാണായിരുന്നു. ഇതിനെ കൺവേർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് എങ്ങനെയാ ഫോഴ്സിനെ കൺവേർട്ട് ചെയ്യാം? ഒന്നാമത്തെ മൊഡ്യൂൾ മുതൽ പഠിപ്പിക്കുന്ന 0.9/10 ഇടുക. That means 0.09 Newton second per meter square. Then relative density എന്നാൽ എന്താ കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് കോയിലിന്റെ? എന്താ റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വേറൊരു ടേം എന്താ? എന്താ റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വേറൊരു ടേം? എന്താ മുക്താസിമെ റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വേറൊരു ടേം? മുക്താസിം, റിലേറ്റീവ് ഡെൻസിറ്റിന്റെ വേറൊരു ടേം പറഞ്ഞു.
റിലേറ്റീവ് ഡെൻസിറ്റിന്റെ ആ റിലേറ്റീവ് ഡെൻസിറ്റി തന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാവിറ്റിയാ. അല്ല, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ഗ്രാവിറ്റി? സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പൊ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഡു യു മീൻ ബൈ റിലേറ്റീവ് ഡെൻസിറ്റി? എന്താ റിലേറ്റീവ് ഡെൻസിറ്റി എന്താ? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ്. ഉം. ഫ്ലൂയിഡിന്റെയും വാട്ടറിന്റെയും ഡെൻസിറ്റി അല്ലേ? ഫ്ലൂയിഡിന്റെയും വാട്ടറിന്റെയും ഡെൻസിറ്റി? ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി ഓർ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ആ. ഇവിടെ 0.9 റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നാൽ നമ്മൾ എന്താ കണ്ടുപിടിക്കല് സാധാരണ? ഡെൻസിറ്റി ആണ് ചോദിച്ചത്. അപ്പൊ എത്രയാ ഡെൻസിറ്റി വരിക? ഡെൻസിറ്റി 800 അല്ലേ? Density of oil will be 800 unit. എന്താ യൂണിറ്റ്? യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയറാ? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാ? എന്താ ഡെൻസിറ്റിന്റെ ഡെഫിനിഷൻ? ഡെൻസിറ്റിന്റെ ഡെഫിനിഷനാ? ആ എന്താ ഡെൻസിറ്റിന്റെ ഡെഫിനിഷൻ? മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം. അപ്പൊ മാസിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം അല്ലേ? കിലോഗ്രാം. വോളിയത്തിന്റെ യൂണിറ്റ് എന്താ? വോളിയത്തിന്റെ മീറ്റർ ക്യൂബ്. അപ്പൊ ഡെൻസിറ്റിന്റെ എന്താ വരിക? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ. ഇനി നമുക്ക് വിസ്കോസിറ്റി കിട്ടി, റിലേറ്റീവ് ഡെൻസിറ്റി കിട്ടി. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ ക്വസ്റ്റ്യനില്? പ്രഷർ ഡിഫറൻസ് P1 minus P2, right? Then we need to find out whether the flow is laminar or turbulent. എങ്ങനെ കണ്ടുപിടിക്കാം നമ്മള്? ലാമിനാർ ആണോ ടർബുലന്റ് ആണോ? എങ്ങനെയാ ശ്രീരാഗ് നമ്മൾ ടർബുലന്റ് ആണോ ലാമിനാർ ആണോ കണ്ടുപിടിക്കാം? ശ്രീരാഗ് ഇല്ലേ ക്ലാസ്സിൽ? നമ്പർ വെച്ചിട്ട് rho VD by mu. അല്ലേ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. rho VD by mu വെച്ചിട്ട് എന്താ വരിക? rho VD by mu കണ്ടുപിടിക്കാൻ നമുക്ക് V തന്നിട്ടുണ്ടോ? ഇല്ല, V കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം. Q by area. VD by mu. V കണ്ടുപിടിക്കാൻ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ. ഡിസ്ചാർജ് വന്നിട്ടുണ്ടോ? ഇല്ല. ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? മറ്റേ മാസ് ഓഫ് ഓയിലും ടൈമും തന്നിട്ടുണ്ട്. എന്താ? മാസ് ഓഫ് ഓയിലും ടൈമും തന്നിട്ടുണ്ട്. മാസ് ഓഫ് ഓയിലും ടൈമും വെച്ച് എങ്ങനെ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം? മാസ് ഓഫ് ഓയിൽ ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ്. മാസ് ഓഫ് ഓയിൽ ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജാ? അല്ല, മാസ് ഓഫ് ഓയിൽ പെർ സെക്കൻഡ്. മാസ് ഓഫ് ഓയിൽ പെർ സെക്കൻഡ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ്. മാസ് ഓഫ് ഓയിൽ പെർ സെക്കൻഡ് എന്ന് വെച്ചാൽ മാസ് ഫ്ലോ റേറ്റ്. മാസ് ഫ്ലോ റേറ്റ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ്.
ഇക്വേഷൻ മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഡിവൈഡ് ബൈ ടൈം. മാസ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഇന്ന് ക്യൂവിന്റെ വാല്യൂ കണ്ടുപിടിച്ച് ക്യൂ എത്രയാ വരിക എന്നൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത 0.0037. 0.0037. ഉറപ്പ്? ഏ 0.0037 അല്ലേ? ഷുവറാണോ? Yes. ബാക്കി എല്ലാവർക്കും ആ റൈഡിങ് തന്നെ കിട്ടിയിട്ടുണ്ടോ? Yes, sir. 4.6. Sir, 0.0041 terminal mark. എത്രയാണ്? 0041. 0.041. നിങ്ങൾക്ക് എവിടുന്ന 0.037 കിട്ടിയ? മറ്റേ പ്രോബ്ലം നോക്കി ചെയ്യുന്നതിന് അപ്പൊ 900 മാറ്റാൻ മറന്നു, ബാക്കി മാറ്റി. ബാക്കി മാറ്റിയാൽ കറക്റ്റ് 0.037 തന്നെ വരും. അതുപോലെ വരുന്നുണ്ട്. 900 മാറ്റാൻ 150 നോക്കി റീഡിങ് വായിക്കൊന്നും നിൽക്കരുത്. ഞാൻ അതേ മോഡൽ ചെയ്യുന്നത് പ്രശ്നം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ന്യൂമറിക്കൽസ് ഇട്ടിട്ട് സെയിം ചെയ്യുന്നത്. അത് നോക്കി റീഡിങ് വായിക്കാൻ നിൽക്കണം. സോ ഡിസ്ചാർജ് കിട്ടിയ ഡയമീറ്റർ നമുക്ക് അതിനുണ്ട്. ഡിസ്ചാർജ് ബൈ വെലോസിറ്റി ഏരിയ ചെയ്താൽ എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. വെലോസിറ്റി എത്ര വരും കണ്ടുപിടിച്ച്? മാട്രിക്സ് പറഞ്ഞ ആകാശ് സർ അഖിൽ അമിത് Present. അനിരുദ്ധ് കാർത്തിക് ലാദിൻ ഷഹസാദ് മുക്താസിൻ Present, sir. അസഫ് ഫർദീൻ ഫത്തേഹ് സമ സിയാൻ നിഷാദ് Present, sir. നിവേദ് Present, sir. പ്രത്യുഷ്
രാഹുൽ, Present, sir. അരുൺ, Present, sir. സൗരഭ്, പ്രസന്റ് സാർ. സൗരവ്, മനീഷ്, Present, sir. ശ്രീരാഗ്, പ്രസന്റ് സാർ. വിഷ്ണു, Present, sir. വിഷ്ണു എൻ, പ്രസന്റ് സാർ. ധർമ്മേഷ്, ആദർശ്, Present, sir. ഓക്കെ. ഈ പ്രോബ്ലം ഒന്ന് അടുത്ത ക്ലാസ്സിലേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണേ. ബേസ്ഡ് ഓൺ ഇക്വേഷൻ ഒന്ന് ടോപ്പിക് എടുത്ത് നോക്കി ഏതാ ഇക്വേഷൻ വരുമെന്ന് അന്നേരം മനസ്സിലാവും. ഓക്കെ, ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ നോക്കിയിട്ട് വരിക. ഓക്കെ, താങ്ക് യു.